അപ്പോൾ ഇന്ന് നമ്മൾ കേരള ലഞ്ച് മെനുവിൻ്റെ 36ാമത്തെ മെനുവാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു മീൻ കറിയും കായം പയറും മെഴുക്ക് വരട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. മീൻ കറി കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, കരിവേപ്പില, മല്ലി, ഉലുവ, മുളക് ഇത്രയും ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും കൂടി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത മസാലയും പുളിവെള്ളവും കൂടി ചേർക്കുക. പുളി നമുക്ക് സാധാരണ പുളി അല്ലെങ്കിൽ കുടംപുളിയോ ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മീൻ കുക്കായി വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. മീൻ കുക്കായി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കഴിക്കാൻ നേരത്ത് എടുത്താൽ മതി. ഇനി കായം പയറും മെഴുക്ക് വരട്ടിക്ക് പയറും പച്ചമുളകും ഒരു ചീനച്ചട്ടിയിൽ എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പയർ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. പകുതി വേവാകുമ്പോൾ നമുക്ക് അതിലേക്ക് കായ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കായനെയും പയറിനെയും കൂടി കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കായും പയറും മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.